തന്റെ മുൻ പ്രണയത്തെക്കുറിച്ച് സംസാരിച്ച ദിവ്യ ശ്രീധർ സ്വകാര്യ മാധ്യമത്തിന് അനുവദിച്ച അഭിമുഖത്തിലാണ് തുറന്നു പറച്ചിൽ. ആദ്യത്തെ വിവാഹം പിരിഞ്ഞതിനു ശേഷം ഇഷ്ടമുണ്ടായിട്ടുണ്ടെന്നും നടി പറയുന്നു. വാക്കുകൾ ഇങ്ങനെ: 14 വർഷത്തിനു ശേഷമാണ് ആദ്യത്തെ വിവാഹം പിരിയുന്നത്. അതിനുശേഷം എനിക്കൊരു ഇഷ്ടമുണ്ടായിട്ടില്ല എന്ന് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല. ഉണ്ടായിട്ടുണ്ട്, അത് ഏട്ടനും അറിയാം. പക്ഷെ അത് ഇവർ പറയുന്നത് പോലെ കാമത്തിന് വേണ്ടിയല്ല, ജീവിതത്തിൽ സെറ്റിലാകണം, രക്ഷപ്പെടണം എന്നൊക്കെ കരുതിയാണ്. നമ്മൾ സങ്കടപ്പെടുമ്പോൾ, നമുക്കൊരു അസുഖം വരുമ്പോൾ കൂടെ നിൽക്കാൻ ഒരാൾ, ഒരു കുടുംബമായി മാറാൻ ഒരാൾ, അങ്ങനെയൊന്ന് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. രക്ഷപ്പെടുമെന്ന് ആഗ്രഹിച്ചിരുന്നു, പക്ഷെ ഉണ്ടായില്ല. എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത് അങ്ങനെയാണ്. കല്യാണമൊന്നും കഴിച്ചില്ല, ഇഷ്ടമുണ്ടായിരുന്നുവെന്ന് മാത്രം. അവരും നമ്മളെ കാണുന്നത് ആ ഒരു കണ്ണിലല്ല. അവർക്കെല്ലാം പണം മതി. നമ്മൾ ആർട്ടിസ്റ്റ് ആണല്ലോ, എന്ത് ചോദിച്ചാലും കിട്ടുമെന്ന തോന്നലാണ്. പിന്നീട് എനിക്കും തോന്നി ഈ ഫീൽഡിൽ പിടിച്ചു നിൽക്കാൻ പറ്റുന്നതിനൊരു പരിധിയുണ്ട്, മാക്സിമം 2 കൊല്ലം. അതിനപ്പുറം ഒന്നും ചെയ്യാനില്ല. എനിക്ക് ആരുമില്ല, സപ്പോർട്ട് ചെയ്യാൻ വേറെ ആരുമില്ല. ഒരു പെണ്ണ് അധ്വാനിച്ചാൽ എത്രത്തോളം ജീവിക്കാൻ പറ്റും? നാളെ മോൾ കല്യാണം കഴിക്കാൻ നേരം ഇതാരെന്ന് ചോദിച്ചാൽ എൻ്റെ ഭർത്താവാണെന്ന് പറയാൻ പറ്റില്ല. എനിക്കത് പറ്റണം. അതുകൊണ്ടാണ് 4 ആൾ അറിയെ മക്കൾക്ക് അച്ഛനായി, എനിക്ക് ഭർത്താവായി നിയമപരമായി കല്യാണം കഴിക്കാൻ തീരുമാനിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായി മാറിയ വിവാഹമായിരുന്നു ദിവ്യയുടെയും ക്രിസിന്റെയും. ഇരുവരും സീരിയൽ ലോകത്തെ നിറ സാന്നിധ്യമാണ്. ആശംസകൾക്കൊപ്പം ധാരാളം അധിക്ഷേപങ്ങളും ദിവ്യയ്ക്കും ക്രിസിനും നേരിടേണ്ടി വന്നിട്ടുണ്ട്. അതിനെയെല്ലാം അവഗണിച്ച് മുന്നോട്ട് പോവുകയാണ് ഇരുവരും. അതേസമയം പ്രണയമുണ്ടായിരുന്നപ്പോൾ ലിവിംഗ് ടുഗദറായി നിന്നുകൂടെ എന്നൊക്കെ എല്ലാവരും ചോദിച്ചു. അതെനിക്കൊട്ടും ശാശ്വതമല്ല. കല്യാണം കഴിക്കാത്തവർക്ക് ജീവിതം ഒരു പരീക്ഷണം പോലെ കൊണ്ടുപോകാം. പക്ഷെ എനിക്കത് പറ്റില്ലെന്നാണ് ദിവ്യ വിവാഹം കഴിക്കാനുണ്ടായ കാരണത്തെക്കുറിച്ച് പറയുന്നത്. എൻ്റെ സങ്കടങ്ങൾ ദൈവം കണ്ടു. ദൈവം എപ്പോഴും കണ്ണടക്കില്ലല്ലോ, എപ്പോഴെങ്കിലും കണ്ണു തുറക്കുമല്ലോ എന്നാണ് ക്രിസ്തുമായുള്ള വിവാഹത്തെക്കുറിച്ച് ദിവ്യ പറഞ്ഞത്. ഗുരുവായൂർ വെച്ചായിരുന്നു ക്രിസ്തും ദിവ്യയും വിവാഹിതരായത്. വിവാഹ സമയത്ത് തന്നെ സോഷ്യൽ മീഡിയയുടെ കടുത്ത അധിക്ഷേപങ്ങൾക്ക് ഇരുവരും പാത്രമായി. ഇടയ്ക്ക് ഇരുവരും വേർപിരിഞ്ഞുവെന്നും വ്യാജ പ്രചരണമുണ്ടായിരുന്നു.